അപ്പോൾ നമുക്ക് സ്കൂൾ കുട്ടിയുടെ സ്കൂളിൽ ഫ്രൂട്ട്സ് ഡേയുടെ പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാൻസി ഡ്രസ്സുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഇതിൽ വെട്ടിയെടുത്ത് കൊടുത്തു വിടണം. അങ്ങനെയാണ്. അപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. ഇത് റെഡ് കളറാണ്. ഇതിനകത്ത് ഓറഞ്ച് കളർ പോലൊക്കെയാണ് തോന്നിക്കുന്നത് ഫോണിനകത്ത്. ശരിക്കും ഇത് റെഡ് കളറാണ്. അപ്പം ഞാൻ സ്ട്രോബെറിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ആയി കിട്ടുമെന്നേ. അതുകൊണ്ട് ഇത്രയും വരച്ച് പെൻസിൽ കൊണ്ട് ക്ലിയർ അല്ല, വെട്ടത്തിൻ്റെ ഇതും കൊണ്ട്. അപ്പം ഞാൻ സ്ട്രോബെറിക്കൊരു ഭംഗിക്ക് വേണ്ടി 2 കണ്ണ് വരച്ചിട്ടുണ്ട്. വേറൊരു പേപ്പറിലാണ് വരച്ചേക്കുന്നത്. പിന്നെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, മൗത്ത്. അപ്പം ഇനി അടുത്തത് കണ്ട, ഇതെല്ലാം ഇനി ഒട്ടിച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കാവേ. പാട്ടോ? ഇവിടെ ആരും ഉറങ്ങാതൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വരകളൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ കുഞ്ഞേ? കൂട്ടിലിരുന്ന് ആൾ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടേ. സമയം 1 മണിയാകാറായി. എന്തായാലും ഞാനിതെല്ലാം പിറക്കി വെച്ചിട്ട് കിടക്കട്ടെ, വയ്യാതായി ഇപ്പോൾ. ഓക്കെ, ഇപ്പം നാളെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പുറം കണ്ട സാധന സാമഗ്രികളെല്ലാം ഇരിക്കുന്നത് കണ്ട. അപ്പം ഗുഡ് നൈറ്റ്, ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ചിരിച്ചേ, തിരിച്ചെന്നേ. ഫ്രൂട്ട് കട്ടൗട്ട് ഫാഷൻ ഷോ. ആൾ വന്ന് മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ തിരിച്ച് നിന്ന് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സൈഡിലോട്ട് നിൽക്കാൻ പറയുന്നുണ്ട് ടീച്ചറെ. ഓരോ കുട്ടികളും സൈഡിലോട്ട് നീക്കി നിർത്തുന്നുണ്ട്. ഞാനിത് വരച്ചൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തത് നല്ല വലുപ്പമാണ്. പക്ഷേ ബാക്കി കുട്ടികളുടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെറുതായിരുന്നു. കാരണം ഫുൾ ബോഡി ചെയ്യാമായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്കുള്ള ഇത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഭയങ്കര വലുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ വന്നപ്പം അതിനേക്കാട്ടിലും വലിപ്പമുള്ള ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെ ഇച്ചിരൂടെ വലിപ്പമുണ്ട് ആക്കാമായിരുന്നു എന്ന്. ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞ് എല്ലാവരെയും ഡാൻസിന് വേണ്ടി സൈഡിലോട്ട് മാറ്റി നിർത്തുകയാണേ. ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ. ഇപ്പം കുറച്ച് മങ്ങിയ കേട്ടോ, ഓറഞ്ച് പോലത്തെ കളറായിരുന്നു. ഇതിൻ്റെ ഇത് ഇളകിപ്പോയി. ഇത് കുറേ ദിവസം കഴിഞ്ഞാണ് ഞാൻ പിന്നെ ബാക്കി വീഡിയോ ഇത് ഒക്കെ എടുക്കുന്നത്. ഇപ്പം മാങ്ങ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബാസ്ക്കറ്റിന് ഇരിക്കുന്നതിൻ്റെ കൂട്ടൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇതൊക്കെ ഇളകി കുറേ ദിവസമായതാണ്. അപ്പം വീഡിയോ ബാക്കി ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം തോന്നുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോ മാങ്ങയായിട്ട് ഇങ്ങനെ വെട്ടി മാങ്ങയുടെ ഷേപ്പിലാക്കിയിട്ട് വെട്ടി തൊട്ടിച്ചേക്കുന്നതാണ്. ഓരോന്നായിട്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഇതൊക്കെ ഒരിതാണ്. എന്നിട്ട് ഇങ്ങനെ വെട്ടിയേക്കുന്നതാണിത്. പിന്നെ ബാക്കി എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് കണ്ണ് വേറെ പേപ്പർ വരച്ചിട്ട് ഞാൻ കാണിച്ചായിരുന്നല്ലോ, അത് മുറിച്ച് ഇങ്ങോട്ട് ഒട്ടിച്ചതാണ്. വായും അതുപോലെ. പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ പേപ്പറുകൾ വെട്ടി ഒട്ടിച്ചേക്കുന്നതാണ്. ചെറിയ
ഇതൊക്കെ രാത്രി തന്നെ വരച്ച് മൊത്തം രണ്ടും രാത്രി, ഇതെല്ലാം രാത്രി തന്നെ ആക്കി, തലേന്ന് രാത്രി തന്നെയാണ് ആക്കിയെടുത്തത്. തലേന്ന് രാത്രിയിലാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല, എങ്ങനെയാണ് ഇതിൻ്റെ ഇത് എന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇത് ഇപ്പുറ വശത്ത് ഞാൻ എന്നിട്ട് പുറകിലായിട്ട് സെയിം ഇത് തന്നെ വരയ്ക്കുക. അത് എന്തുമായിരുന്നു, സ്ട്രോബെറി തന്നെ ആക്കാതെ ഇപ്പുറം ഞാനാണെങ്കിൽ ആപ്പിളാക്കി. ആപ്പിളിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ ഏകദേശം, അതവിടെ എങ്ങനെ ഇരിക്കുന്നു. ചെറുതായിട്ട് ആപ്പിളിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ, അപ്പം ആപ്പിളാക്കി എടുത്തായിരുന്നു ഇപ്പുറ വശം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കും കേട്ടോ, ഞാൻ മടക്കിയതാണ്. ഷേപ്പാക്കി ഇതൊക്കെ വെട്ടി ഒട്ടിച്ചേക്കുന്നത്. വേറെ പേപ്പറിനകത്ത് ഇത് ചെയ്തിട്ട് ഇതുണ്ടോ, ഇതൊക്കെ വെട്ടി ഒട്ടിച്ചേക്കുന്നത്. വേറെ പേപ്പറിനകത്ത് ഇതിങ്ങനെ വരച്ചെടുത്തിട്ട് അത് വെട്ടി ഒട്ടിച്ചേക്കുന്നത്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ, പുരികയും കണ്ണും എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാം വെട്ടി ഒട്ടിച്ചേക്കുന്നതാണ്. ലവ് അപ്പം അങ്ങനെ ആക്കി. പിന്നെ ഇതും അങ്ങനെ, ഇതും വെട്ടി ഒട്ടിച്ചേക്കുന്നതാണ്, ഇതും വെട്ടി ഒട്ടിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിന് ബലം കിട്ടാൻ വേണ്ടി, ചുളുങ്ങിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ ബേസ് ബോർഡാണ് വെച്ചിരിക്കുന്നത്. ബേസ് ബോർഡ് വെച്ചിട്ട് ഇപ്പുറം കാണാതിരിക്കാൻ വേണ്ടി ഇവിടെയും കൂടെ ആ ചുമല പേപ്പർ ഒട്ടിച്ച് കേട്ടോ. ഇത് നടുക്ക് വശം പിന്നെ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഒട്ടിച്ചില്ല. അപ്പോൾ അത് കാരണം ഇത് ഇങ്ങനെ ഒടിഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ചെയ്ത് നല്ല കട്ടിയായിട്ട് തന്നെ ഇരുന്ന്. പിന്നെ ഇതിൻ്റെയും പുറവശം അങ്ങനെ തന്നെ ഇങ്ങനെ ഓരോ പേപ്പറുകൾ ഓരോ ബേസ് ബോർഡ് ആക്കി വെച്ചു. അങ്ങനെയാണിത്, ഇത് രണ്ടും. പിന്നെ ഇത് റെഡ് കളറിന് വേണ്ടി തന്നെ ഞാനൊരു റിബൺ മേടിച്ചിട്ട് സ്റ്റാപ്ലർ ഇട്ട്, ദൂരെ നിൽക്കുമ്പോൾ ഇത് സ്റ്റാപ്ലർ ആണെന്ന് അറിയത്തില്ല കേട്ടോ. ഇതിപ്പം ഇങ്ങനെ സ്റ്റാപ്ലർ ആണെന്ന് തോന്നിക്കുന്നു. ഇപ്പം അങ്ങനെ അടുത്ത് കാണുന്നതുകൊണ്ട് അറിയാവുന്നതാണ്. അത് സ്റ്റാപ്ലർ ഇട്ട് കേട്ടോ. അല്ലെ പശ ആയാലും മതി, നല്ല പശയുണ്ട്, എല്ലാം ഉണ്ട്, പശയുണ്ട്. അങ്ങനെയാണ് രണ്ടിൻ്റെ റിബൺ ഞാൻ യോജിപ്പിച്ചത്. രണ്ടും കൂടെ യോജിപ്പിച്ചു. എന്നിട്ട് മാല പോലെ ഇടുമായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത്, ഇത് നമ്മുടെ കേക്ക് മേടിക്കുമ്പോൾ കേക്കിൻ്റെ ആ ഇതാണ്. അപ്പോൾ അത് എടുത്തിട്ട് പിന്നെ ഇതിനകത്ത് ബേസ് ബോർഡൊക്കെ ഒട്ടിച്ചിട്ടാണ് ഇത് വേണ്ടാതെ കിടന്ന സാധനമാണ്. പിന്നെ ഇതൊക്കെ വേറെ പേപ്പറിനകത്ത് ഞാൻ വരച്ചിട്ടെടുത്ത് ഇതെല്ലാം ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ സ്കൂളിൽ ഫ്രൂട്ട് കട്ടൗട്ട് ഫാഷൻ ഷോയുടെ പരിപാടിക്ക് പോയപ്പോൾ. ഇത് നല്ല രസമായിരുന്നു. കുട്ടികളെല്ലാം പലരും പല തരത്തിലുള്ള ഇതൊക്കെയാണ് അവതരിപ്പിച്ചത്. പല തരത്തിലായിരുന്നു അവരുടെ ഓരോ ഫ്രൂട്ട്സിൻ്റെ കട്ടൗട്ടൊക്കെ 3D എഫക്റ്റിലും ഒക്കെ. ഞാനിത് ആദ്യമായിട്ടാണ്, എനിക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മളിത് ചെയ്തിട്ടുമില്ല, പിന്നെ ആരുടെയും നേരത്തെ കണ്ടിട്ടുമില്ല. അപ്പോൾ മുതിർന്ന കുട്ടികളുള്ള പേരൻസിനൊക്കെ, അവിടെ പഠിച്ചവർക്ക് തന്നെ അറിയാം ഇന്നതൊക്കെയാണ് പരിപാടികൾ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒപ്പിച്ചെടുത്ത് വളരെ നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ എടുത്തു കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ പല കുട്ടികളുടെയൊക്കെ കാണാൻ എനിക്ക് തോന്നുന്നു വാടകയ്ക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, ഇങ്ങനത്തെ പേപ്പറിനും കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ 3D എഫക്റ്റിലൊക്കെ ഉള്ളത്. അതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വാടകയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കൂടുതലും പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നവരുണ്ട്, ഒക്കെ ബലൂൺ വെച്ച് ചെയ്തവരൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്ന കാര്യം നല്ലോണം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഭംഗിയായിട്ട് ഏകദേശമൊക്കെ ഭംഗിയായിട്ട് ഒരു ഷേപ്പൊക്കെ വന്നില്ലേ, സ്ട്രോബെറിയുടെ ഷേപ്പൊക്കെ ആയില്ലേ. ഇത് റെഡ് തന്നെ അടി വെച്ചേക്കുന്നുണ്ട്, ഇതിൻ്റെ അടി കണ്ടോ, സ്ട്രോബെറി ആയിട്ട് തോന്നിക്കുന്നൊക്കെ ഇല്ലേ. ഇതെന്തോ ഇത് മാല പോലെ ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നുണ്ട്. മാറ്റി കണ്ടോ. അപ്പം എത്ര നേരത്തെ പണിയൊക്കെയാണ്. അപ്പം എല്ലാ പേരൻസും നല്ല രീതിയിലൊക്കെയാണ് ചെയ്തുകൊണ്ട് വന്നത് അല്ലേ. വെറുതെ പിള്ളേരെയൊക്കെ ചുമ്മാതിരുത്തുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ പിള്ളേർക്കും ഇൻട്രസ്റ്റ്. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതെന്തായാലും പോകത്തില്ല, അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. നല്ല കട്ടിയുണ്ട്. ഇത്
ചാർട്ട് പേപ്പർ, ഈ പേപ്പറും റെഡ് പേപ്പറും നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ കുറേ നാൾ ഇരുന്നാലും പോകത്തില്ല. അപ്പോൾ കാണാം, കുറേ നാൾ കഴിയുമ്പോഴും കാണാം. അപ്പോൾ ഓർക്കാമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്ന് ഞാൻ തന്നെ പറയുന്നു. അപ്പം ശരി, ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അപ്പം ഓക്കെ, ബൈ ബൈ. ഇത്രയേ ഉള്ളൂ. സ്കൂൾ കുട്ടി ഇപ്പോൾ ഇല്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പം ഇതുണ്ട്, ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആക്കി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കുറേ നാളായിട്ട് കഴിഞ്ഞ പരിപാടിയാണ്. പക്ഷെ വീഡിയോ ഇത്രയും നാളായിട്ട് ഞാൻ ഇട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ സമയം കിട്ടിയത് കേട്ടോ. ബൈ ബൈ.